ഹായ് ഗൈസ്, ഞാൻ റംസി അംജിത്ത്. ഇന്ന് സ്കിൻ കെയർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. PTMS റൂട്ടീൻ പ്രകാരമാണ് ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലെൻസർ ആണ്. അപ്പോൾ ക്ലെൻസറിനായിട്ട് ഒരിക്കലും സോപ്പ് ഉപയോഗിക്കരുത് മുഖത്ത്. അത് മുഖത്ത് ഹാഷ് ആക്കും. അപ്പം സോപ്പിന് പകരമായിട്ട് നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കണം. ഫേസ് വാഷ് ഞാൻ ഉപയോഗിക്കുന്നത് എത്തിക്ലോര്, ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണിത്. അപ്പോൾ നമ്മൾ ഈ ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് മുഖം കഴുകണം. കഴുകിയതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പാണ് ടോണർ. ലിക്വിഡ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ടോണർ ഉപയോഗിക്കണം. ചില ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്ന സാധനമാണ് ടോണർ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മളെ സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റ് ആകും. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഗുലാബാരിയുടെ റോസ് വാട്ടറാണ് ടോണറായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്തിട്ട് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് മോയ്സ്ചറൈസിങ് ആണ്. മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഓർഗാനിക് നേത്രേറിയ അലുവേര ജെല്ലാണ് ഞാൻ ഇത് മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മളെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നല്ല ലാഭമാണ് ഇത് സെറ്റായിട്ടാണ് വാങ്ങാൻ കിട്ടുന്നത്. ഒരു ബോട്ടിൽ തന്നെ 6 മാസത്തോളം ഉപയോഗിക്കാൻ കഴിയും. ഞാനിത് ഒരു 5 മാസത്തിൽ കൂടുതലായി ഇപ്പോഴും ഉണ്ട്. കാൽഭാഗത്തോളം ഉണ്ട്. ഇതാ ഇനിയുണ്ട്. ഇത് നല്ല ലാഭമാണ്. 1 വർഷത്തേക്ക് മോയ്സ്ചറൈസർ വാങ്ങേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത സംഭവമാണ്. സൺസ്ക്രീൻ അത് ഞാൻ ഉപയോഗിക്കുന്നത് റിക്കലിന്റെ സൺസ്ക്രീൻ ആണ്. ഇത് PA4+ ഉണ്ട്. ഇത് നമ്മൾ 4+ തന്നെ നോക്കി വാങ്ങണം. ഹൈ പ്രൊട്ടക്ഷൻ ആണിത്. ചിലതൊക്കെ 3+ മാത്രം കാണും. അതിൽ നിന്ന് നല്ല പ്രൊട്ടക്ഷൻ. ഇപ്പോഴത്തെ വെയിൽ അങ്ങനത്തെ വെയിലാണ്. അപ്പോഴത്തേക്കും നമ്മൾ നല്ല പ്രൊട്ടക്ഷൻ ഉള്ളത് വേണം വാങ്ങാനുള്ളത്. ഇത് സൺസ്ക്രീൻ എന്ന് പറയുന്നതേ പ്രൊട്ടക്ഷൻ ഉള്ള സാധനമാണ്. അപ്പൊ പിന്നെ നമ്മൾ പൈസ മുടക്കി വാങ്ങുന്നതല്ലേ, അപ്പോഴും നല്ലത് നോക്കി വാങ്ങാം. 4+ ഉള്ളതിനെ വാങ്ങണം. ഞാൻ റിക്കലിന്റെ സൺസ്ക്രീൻ ആണ്. 15+ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. PA4+ വേണം. ഈ പ്ലസ് ചിഹ്നം പറയുന്നത് ടാൻ അടിക്കാതിരിക്കാനാണ്. ടാനിങ്ങിൽ നിന്നും നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ 4+ എന്ന് പറയുന്നത്. ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 മാസത്തോളം ആയി. പെട്ടെന്നൊന്നും ഒരാൾക്ക് ചേഞ്ച് ഉണ്ടാവൂല. എനിക്കൊരു 4-4.5 ആയപ്പോഴത്തേക്കുമാണ് ചേഞ്ച് വന്നത് തന്നെ. പെട്ടെന്നൊന്നും ഇപ്പൊ മുഖത്തൊക്കെ നല്ല കരുവാളിപ്പുണ്ടായിരുന്നു. ഈ സ്കിൻ കെയർ ചെയ്തപ്പോഴാണ് എനിക്ക് കുറേയൊക്കെ മാറിയത്. അപ്പൊ പിന്നെ നമ്മൾ ഈ സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് വേണം എന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമല്ല, പക്ഷെ നല്ലതാണ്. ഇത് ചെയ്യണം. എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണിത് സ്കിൻ കെയർ. ഇത് ചെയ്തെന്നും പറഞ്ഞ് നമ്മളെ ഭയങ്കര വെള്ളപ്പാണ്ട് കണക്കൊന്നും ആവൂല. നമ്മളെ സ്കിന്ന് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. നമ്മളെ സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ആയി നല്ല രീതിയിൽ എല്ലാം ക്ലീൻ ആക്കി സപ്ലായിട്ട് സോഫ്റ്റ് ആക്കി വെക്കും. കരിവാളിപ്പൊക്കെ മാറും. ഈ സ്കിൻ കെയർ ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ പിന്നെ ആരെങ്കിലും സ്കിൻ കെയർ ചെയ്യാത്തവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴെന്നെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇത് സ്കിൻ കെയർ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റ് ഭയങ്കര റേറ്റ് കൂടിയൊന്നുമില്ല. ബിഗിനേഴ്സിന് പറ്റിയ പ്രോഡക്റ്റ് ആണ് ഞാൻ കാണിച്ചതൊക്കെ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ എൻ്റെത് ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ധൈര്യമായിട്ട് എൻ്റെ പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിക്കാന്നുള്ളതേ ഉള്ളൂ. ഞാൻ മോയ്സ്ചറൈസറിനെ കുറിച്ചും ടോണറിനെ കുറിച്ചും ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് കാണാൻ ശ്രമിക്കുക എല്ലാവരും. സ്കിൻ കെയർ എല്ലാവരും ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.